നമസ്കാരം ഗൈസ്, ആർജിയാണ്. നമുക്ക് രാവിലെ നല്ല മുട്ട മണിയാണ്. ഇന്നലെ രാത്രിയോടെ വീണ മാവിന്റെ കൊണ്ടയിലുള്ള മാങ്ങ ഫുള്ളും പെറുക്കിയെടുക്കണം. ശരി, മാങ്ങ ഫുള്ളും പെറുക്കിയെടുക്കാണ്. നല്ലൊരു വലിയ അത്രയും വലിയൊരു മാവും പോയതിന് വിഷമവും ഇച്ചിരി കൂടുതലാണ് ഗൈസ്. അവിടെ കിച്ചു വന്നിട്ടുണ്ട്. കിച്ചുന് രാവിലെ ഫുഡ് കൊടുക്കണം. കിച്ചുന് ഫുഡ് കൊടുത്തിട്ട് അവന് പറഞ്ഞു വിടുള്ളൂ. കിച്ചുവിന് ആഹാരം കൊടുക്കണം. എത്ര നേരമായെന്നറിയാമോ പാവം. അതിന് കുഴച്ചൊക്കെ അടുക്കി കൊടുക്കണം. എന്തിന്? അത് ദോശ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഞാൻ കഴിക്കട്ടെ. നമുക്കിപ്പോ ഒരു 1/4 സഞ്ചി മാങ്ങ ഇട്ടിട്ടുണ്ട്. ഒരു 10, 30, 40 ഉണ്ടാവും തോന്നുന്നു. നിശു അപ്പൊ മതി. നമ്മൾ പുറക്കം നിർത്തി. നമുക്ക് കല്യാണത്തിന് പോകണ്ട. രാവിലെ നേരത്തെ പോകണം. അപ്പൊ പെട്ടെന്ന് ഒരുങ്ങിട്ട് പോകണം. നിശ്ചിത പല്ലേച്ച് പ്രശ്നം കിച്ചു പ്ലേറ്റ് നക്കി തുടച്ച് ഓടിക്കളഞ്ഞു. ഓടിപ്പോയാ അവൻ പോയി. അവൻ കഴിച്ച് ഞാൻ പോയി കളഞ്ഞു. അവൻ പോട്ടെ, കുഴപ്പമില്ല. നമുക്ക് അതായത് ഇത് വന്നിട്ട് എടുത്തു വെക്കാതെ നിശ്ചയിക്കുമ്പൊക്കെ സമയമില്ല കേസ്. നമുക്ക് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരുങ്ങിട്ട് ഓടണം. കല്യാണത്തിന് പോകേണ്ടതല്ലേ. സമയമില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ചെയ്യുന്നില്ല. കാരണം അഴയെ കഴിച്ച് കൊമ്പ് നമ്മുടെ ഇതൊക്കെ പോയി, പപ്പായൊക്കെ പോയി കുറച്ച്. ബാക്കി ഉള്ള പപ്പായെങ്കിലും പോവാത്ത ഒരു വൃത്തിക്ക് പൊക്കിയെടുക്കണം അല്ലേ. ആ ഒരു ചടങ്ങ് പണിയാണ്. പോയിട്ട് ഒരു ചെയ്യാം. നിശുവിന്റെ വിഷം വന്നാൽ മാവിന് താങ്ങാൻ പറ്റുന്നത് പ്രസവിച്ചാൽ പോലെന്നാണ് എന്റെ നിശു. മനുഷ്യരെ പോലെ തന്നെയല്ലേ എല്ലാ ജന്തുക്കളും. അതാണ് ആവശ്യത്തിലുള്ള ജീവനുണ്ട്. അപ്പൊ ഒരു ആൾക്ക് പറ്റാന്നുള്ള പ്രസവം നടത്തണം. അതുപോലെ മാവിന് പ്രസവിക്കാൻ പറ്റുന്നത് പ്രസവിച്ചാൽ പോലെ ആവശ്യത്തിക്കുള്ളിൽ കാഴ്ചിട്ടാണ് വീണത്. വലിയ തേങ്ങൾ ഓരോരോ കണ്ടുപിടുത്തങ്ങൾ. അതാണ് ഇപ്പൊ പാവടിഞ്ഞത്. പ്ലാവ് കഴിക്കുന്ന പോലെ മാങ്ങ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ കൈ സഹോദരൻ രാത്രി 8 മണിക്ക് എല്ലാവരും യൂട്യൂബ് ലൈവ് വരാൻ ശ്രമിക്കുന്നത്. ഞായറാഴ്ച രാത്രി 8 മണിക്ക് യൂട്യൂബ് ലൈവ് നയിക്കും. ലിങ്ക് രണ്ടാളുടെ സ്റ്റോറിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടും ജോയിൻ ചെയ്യാൻ രാത്രി 8 മണിക്ക് മറക്കാതെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മാവ് പോയാലും നമുക്ക് നല്ല വിഷമമുണ്ട്. പണ്ട് കാലം നമ്മുടെ കഷ്ടാലം എന്ന് പറഞ്ഞാൽ മതി. നമ്മളുള്ള സന്തോഷത്തിൽ മാവ് കുറച്ച് കൂടുതലായിട്ട് കാഴ്ചാൻ പോകുന്നു. എന്തായാലും നമുക്ക് നല്ല വിഷമമുള്ള കാര്യമാണ്. പോയത് പോയി പണ്ട് കാര്യമില്ല.